ഡി, ഇന്ന് നമുക്ക് കുറച്ച് തേങ്ങാച്ചോറും ബീഫും വെച്ചാലോ? കുട്ടികൾ വീട്ടിലുണ്ടല്ലോ, ഇന്ന് ക്ലാസ്സിലല്ലോ അവർക്ക് വലിയ ഇഷ്ടമാണ് തേങ്ങാച്ചോറും പോത്തിറച്ചി വരട്ടിയതും. ആരിഫ ഒട്ടൊരു സന്തോഷത്തോടെ തൻ്റെ അടുത്ത് ദോശ ചുട്ടു നിൽക്കുന്ന റഷീദയോട് ചോദിച്ചതും അവളുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞത് വളരെ വ്യക്തമായി തന്നെ കണ്ടു ആരിഫ. ഇന്ന് സായനുക്കാക്ക വരുന്നുണ്ട്, എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു വരുന്ന കാര്യം. താൻ പറഞ്ഞത് കേട്ടൊരു പകപ്പോടെ നിൽക്കുന്ന ആരിഫയെ കൺകോണിലൂടെയൊന്ന് പാളി നോക്കി റഷീദ. സൈനുക്ക വരുന്നുണ്ടോ ഇന്ന്? അതെ, പകപ്പോടെ തിരക്കുന്നവളെ ക്രൂരമായൊരു ചിരിയോടെ നോക്കി റഷീദ. വരുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞില്ലേക്കത്? ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. സൈനുക്ക വന്നാൽ ഇന്ന് എന്തായാലും പുറത്തേക്ക് പോണ എനിക്ക് ആരിഫാത്ത. കുറച്ചായില്ലേ ഞങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ പോയിട്ട്. ഞാൻ പറഞ്ഞാൽ ഇക്ക കേൾക്കും, മൂപ്പരുടെ പൊന്നല്ലേ ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം ഉച്ചക്കത്തേക്ക്. അപ്പോൾ പിന്നെ തേങ്ങാച്ചോറും ബീഫും പിന്നൊരു ദിവസം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. രാത്രി ഇക്കാക്ക് ചപ്പാത്തിയല്ലേ, അത് വേണേ നിങ്ങൾ ഉണ്ടാക്കിക്കോ. ഞങ്ങൾ മടങ്ങി വരുമ്പോഴേക്ക് മുട്ട റോസ്റ്റും കൂട്ടാനും ഉണ്ടാക്കണം. സൈനുക്കാക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന റോസ്റ്റ്. അത് ഞാൻ വന്നിട്ടുണ്ടാക്കാം. നിങ്ങൾ മുട്ട പുഴുങ്ങി വെച്ചാൽ മതി. പിന്നെ അതിനുള്ള ഉള്ളി അരിഞ്ഞോളി. അല്പം കൂടുതൽ അധികാരവും ശബ്ദത്തിൽ കലർത്തിയാണ് തന്നോടുള്ള റഷീദയുടെ സംസാരമെന്ന് വേദനയോടെ ഓർത്തുകൊണ്ടെന്ന് തലയിളക്കി പുറത്തേക്ക് നടന്നു ആരിഫ. നിറഞ്ഞു വരുന്ന കണ്ണുകൾ കവിഞ്ഞൊഴുകുന്നതവൾ കാണരുതെന്ന വാശിയോടെ. ഉമ്മാൻ്റെയും ചെറിയുമ്മാൻ്റെയും സംസാരം അത്രയും അടുക്കളക്കോലായിൽ നിന്ന് കേട്ട നവാസും നഹാസും വേദനയോടെ പരസ്പരം ഒന്ന് നോക്കി. ആരിഫ പോയ വഴിയെ നടന്നു. ആരിഫയുടെയും സൈനുദ്ദീൻ്റെയും മക്കളാണ് ഇരട്ടകളായ നവാസും നഹാസും. +2 വിദ്യാർത്ഥികളാണവർ. ബാംഗ്ലൂരിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് സൈനുദ്ദീന്. നല്ല സാമ്പത്തിക ചുറ്റുപാടും ആരോഗ്യവുമുള്ള സൈനുദ്ദീൻ്റെ രണ്ടാം ഭാര്യയാണ് 28-കാരിയായ റഷീദ. 1 വർഷത്തോളമായി റഷീദ സൈനുദ്ദീൻ്റെ രണ്ടാം ഭാര്യയായി എത്തിയിട്ട്. ബാംഗ്ലൂരിലെ സൈനുദ്ദീൻ്റെ കടയിലെ ജോലിക്കാരിയായിരുന്നു അനാഥയായ റഷീദ. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടമായ റഷീദ ബന്ധുക്കളുടെ സഹായത്തിലാണ് ജീവിച്ചത്. സൈനുവുമായൊരു തമാശയ്ക്ക് റഷീദ തുടങ്ങിയ ബന്ധം അവസാനിച്ചത് അവരുടെ കല്യാണത്തിലാണ്, അതും റഷീദ ഗർഭിണിയായ സാഹചര്യത്തിൽ. അത്തരമൊരവസ്ഥയിൽ തിരികെ കയറി ചെല്ലാനൊരു ഇടമില്ലാതെ അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല സൈനുദ്ദീന്. സൈനുദ്ദീൻ വന്ന് തനിക്ക് പറ്റിയ തെറ്റ് ആരിഫയ്ക്ക് മുൻപിൽ ഏറ്റുപറഞ്ഞ് റഷീദയെ തൻ്റെ രണ്ടാം ഭാര്യയാക്കാനുള്ള സമ്മതം ആരിഫയോട് ചോദിച്ചപ്പോൾ കേട്ട കാര്യങ്ങളുടെ ഞെട്ടലിൽ നിന്ന് വിമുക്തിയായിരുന്നില്ല ആരിഫ. തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ താനല്ലാതെ മറ്റൊരു സ്ത്രീ, അദ്ദേഹത്തിൻ്റെ മനസ്സിനും ശരീരത്തിനും തന്നെപ്പോലെ മറ്റൊരുവൾ കൂടി അവകാശിയായിരിക്കുന്നുവെന്ന ഞെട്ടലിൽ ആകെ പകച്ചു ആരിഫ. 15 വയസ്സിൽ സൈനുദ്ദീൻ്റെ ഭാര്യയായി വന്നവൾക്ക് സഹിക്കാവുന്നതിലേറെയായിരുന്നു അത്. 2 or 4 ഭാര്യമാരെ പോറ്റാനുള്ള സമ്പത്തും ആരോഗ്യവും സൈനുദ്ദീൻ ഉള്ളതുകൊണ്ട് യാതൊരു തെറ്റുമല്ല സമൂഹത്തിന്. റഷീദയെ കൂടി നിക്കാഹ് കഴിച്ച് ആരിഫയ്ക്കൊപ്പം ഒരു വീട്ടിൽ താമസിപ്പിച്ച സൈനുദ്ദീനും അറിയാതെ പോയി ആരിഫയുടെ മനസ്സ്. സ്വന്തമെന്ന് കരുതി പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച ഒന്ന് കൺമുന്നിൽ പകുത്തു കൊടുക്കപ്പെട്ടപ്പോൾ തകർന്നുപോയ ആരിഫയെ ആരും തിരിച്ചറിഞ്ഞില്ല, അവളുടെ മക്കളല്ലാതെ. ഇതിനിടയിൽ മാസം തികയാതെ റഷീദ പ്രസവിച്ചതുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. അത് ആരിഫയുടെ ശാപം കൊണ്ടാണെന്ന് ആരോ പറഞ്ഞതോടെ റഷീദയിൽ ദേഷ്യമായി ആരിഫയോട്. അതിൽ പിന്നെ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ സൈനുദ്ദീൻ്റെ കൂടെ കിടക്കുന്നത് ആരാണെന്ന് വരെ തീരുമാനിക്കുന്ന അളവിലേക്ക് റഷീദ വളർന്നപ്പോൾ, സൈനുദ്ദീൻ വളർത്തിയപ്പോൾ ആ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയി ആരിഫ. ഇഷ്ടങ്ങളല്ലാതെ ആഗ്രഹങ്ങളില്ലാതെ പൈപ്പിൻ ചുവട്ടിൽ ചെന്ന് മുഖം കഴുകുന്ന ആരിഫയെ സങ്കടത്തോടെ നോക്കി നിന്നു നവാസും നഹാസും. ഇന്ന് ഉപ്പച്ചി വരുന്നുണ്ടല്ലേ ഉമ്മ? ഉമ്മാനെ വിളിച്ച് പറഞ്ഞില്ലല്ലോ ഉപ്പയത്? അതിൻ്റെ അല്ലേ ഈ കരച്ചിൽ? നവാസ് വന്ന് കടുപ്പത്തിൽ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല ആരിഫ. പറയാനൊന്നുമില്ല. ഉമ്മ, ചെറിയുമ്മയേക്കാൾ ഈ വീട്ടിൽ അവകാശവും അധികാരവും നിങ്ങൾക്കാണ്. 10-18 വർഷത്തോളം ഉപ്പയ്ക്കൊപ്പം ജീവിച്ചതും ഉപ്പാൻ്റെ മക്കളായ ഞങ്ങൾ 2 പേരെ പെറ്റുപോറ്റിയതും നിങ്ങളാണ്. നിങ്ങൾ സമ്മതം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ചെറിയുമ്മ ഉപ്പായുടെ ഭാര്യയായത്. സ്വന്തം സ്ഥാനം മറ്റൊരാൾക്ക് പൂർണ്ണമായി നിങ്ങൾ വിട്ടു നൽകിയാൽ നാളെ ഈ വീട്ടിൽ ഒന്നുമല്ലാതായി പോകുന്നത് ഞങ്ങളാകും. ആരിഫയുടെ മുഖത്ത് നോക്കി കടുപ്പത്തിൽ നവാസ് പറഞ്ഞത് കേട്ട് തരിച്ചു നിന്നു ആരിഫ. ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം പോലും ഉണ്ടാക്കാൻ അവരോട് അനുവാദം വാങ്ങണം ഉമ്മച്ചിക്കെങ്കിൽ നാളെ ഞങ്ങളെ പട്ടിണിക്കിടാൻ അവർ തീരുമാനിച്ചാൽ അതും അനുസരിക്കേണ്ടി വരും. മറ്റൊരാളുടെ മുൻപിൽ നമ്മുടെ സ്ഥാനവും പദവിയും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണുമ്മ. അതുപോലെ നമുക്ക് അവകാശപ്പെട്ടതിനെ കയ്യിലൊതുക്കാൻ പഠിക്കണം, കൂടെ മറ്റൊരാളുടെ അവകാശത്തെ പറ്റിയുള്ള ബോധവും.
ആരിഫയുടെ മുഖത്ത് നോക്കി നഹാസ് പറഞ്ഞ വാക്കുകൾക്ക് അവളുടെ ചിന്തയെ പ്രവൃത്തിയെ എല്ലാം തന്നെ മാറ്റാനുള്ള ശക്തിയുണ്ടായിരുന്നു. ചിലതെല്ലാം നമ്മൾ പഠിക്കുന്നത് മക്കളിൽ നിന്നാണല്ലോ. അടുക്കളയിലേക്ക് തിരികെ കയറിയ ആരിഫ തേങ്ങാച്ചോറിനുള്ള ഒരുക്കം കൂട്ടുന്നത് കണ്ട റഷീദയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇതെന്തിനെത്താ? തേങ്ങാച്ചോറ് നമുക്ക് പിന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. ഇന്ന് കഴിക്കാൻ നിനക്ക് കഴിക്കാൻ വേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കിക്കോ റഷീദ. ഇതെനിക്കും മക്കൾക്കുമാണ്. ഞങ്ങൾ എന്തെപ്പോൾ കഴിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്, നീയല്ലല്ലോ. ഉറച്ച ആരിഫയുടെ മറുപടിയിൽ പതറി റഷീദ. അവൾക്കറിയാം സൈനുദ്ദീനും ഇഷ്ടവും പ്രിയവും ആരിഫയോടും മക്കളോടുമാണെന്ന്. താൻ അവളോട് തെറ്റ് ചെയ്ത കുറ്റബോധവുമുണ്ട് ഉള്ളിൽ. തന്നിലേക്ക് അടുക്കാതെ ഒഴിഞ്ഞു മാറിയ സൈനുദ്ദീനെ പ്രലോഭനങ്ങളിൽ കുരുക്കി തനിക്കരികിലേക്കെത്തിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റിയ റഷീദ അന്നാദ്യമായി ആരിഫയെ ഭയന്നു. അവളുടെ തകർച്ച പൂർത്തിയായത് വീട്ടിലെത്തിയ സൈനുവിനെ ഒരു പുതുക്കപ്പെണ്ണിൻ്റെ ചേലോടെ സ്വീകരിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്നവളെ കണ്ടപ്പോഴായിരുന്നു. നിറയുന്ന കണ്ണുകൾ തുടച്ച് സ്വന്തം റൂമിലേക്ക് അവൾ നടന്നതും അവൾക്ക് മുന്നിലേക്ക് വന്നു നവാസും നഹാസും. ഞങ്ങളുടെ ഉമ്മയുടെ ജീവിതത്തിലേക്ക് എല്ലാം ഇടയിൽ കയറി വന്നത് നിങ്ങളാണ്. പരാതികളില്ലാതിൽ ഞങ്ങൾക്കും ഉമ്മയ്ക്കും. പക്ഷെ ഉപ്പയുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രം മതിയെന്ന ചിന്തയിൽ ചെറിയമ്മ മുന്നോട്ടു പോയാൽ ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. കൂടെ ഉപ്പയെയും നഷ്ടപ്പെടാനുണ്ടാവുക ചെറിയമ്മയ്ക്ക് മാത്രമാകും. താക്കീതുപോലെ പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കുന്നവരെ പകച്ചു നോക്കി നിന്നു റഷീദ. ഒരു തിരിച്ചറിവ് ലഭിക്കട്ടെ അവൾക്ക് ഇനിയെങ്കിലും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.